കാൽവരി ബലിയുടെ സ്നേഹാനുഭവങ്ങൾ. ഇത് കൊല്ലം രൂപതാംഗവും നീണ്ടകര ബിഷപ്പ് ബെൻസിംഗർ പഞ്ചകർമ്മ ആയുർവേദിക് സെന്റർ അസോസിയേറ്റ് ഡയറക്ടറുമായ ഫാദർ ഫിൽസൺ ഫ്രാൻസിസ് തന്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യനാഥൻ നൽകിയ സ്നേഹാനുഭവങ്ങൾ ഫിൽസൺ അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ ഫാദർ ഫിൽസൺ ഫ്രാൻസിസ്, കൊല്ലം രൂപത അംഗമാണ്. 2010 ആഗോള കത്തോലിക്ക തിരുസഭ പൗരോഹിത്യ വർഷം ആചരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മറ്റ് 9 കൂട്ടുകാരോടൊപ്പം കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ഏപ്രിൽ 20 2010 പൗരോഹിത്യം സ്വീകരിച്ചു. 13 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏതാണ്ട് 6ഓളം ഇടവകളിൽ സേവനം ചെയ്തു. കൊല്ലം രൂപതയുടെ ബൈബിൾ കമ്മീഷന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് സേവനം ചെയ്തിരുന്നു. നിലവിൽ കൊല്ലം രൂപതയുടെ തന്നെ ബിഷപ്പ് ബെൻസിയർ ഹോസ്പിറ്റലിന്റെ ഭാഗമായ ബെൻസിയർ പഞ്ചകർമ്മ ആയുർവേദ സെന്ററിന്റെ ഇൻചാർജായും രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടറായും രൂപതയുടെ തന്നെ മുഖപത്രമായ വിശ്വധർമ്മത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററുമായും സേവനം ചെയ്തു വരുന്നു. ദിവ്യകാരുണ്യനാഥനോടുള്ള വലിയ സ്നേഹത്തിനായിരിക്കുവാൻ സാധിക്കും എന്നത് തന്നെയാണ് പൗരോഹിത്യത്തില് എന്നെ കൂടുതൽ ആകർഷിച്ചതും എന്നെ കൂടുതൽ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രധാന ഘടകം. എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും 2 അനുജന്മാരും, ഒരു അനുജന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. എൻ്റെ ഇടവക സെയിന്റ് ജോർജ് അരവിള ഇടവകയാണെങ്കിലും അതിന് അടുത്തുള്ള വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായ കുരീപ്പുഴ ദേവാലയത്തിനോട് ചേർന്നാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്, പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത്. അമ്മച്ചിയുടെ ഇടവകയാണത്. അവിടെ ആയിരിക്കുന്ന സമയത്ത് ദേവാലയ ഗാനശുശ്രൂഷയിലും മറ്റു കാര്യങ്ങളിലും എല്ലാം അമ്മച്ചിയുടെ ബാല്യകാലത്തിലൊക്കെ സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പള്ളിയോട് അടുത്ത് ചേർന്ന് ജീവിക്കുക എന്ന് പറയപ്പെടുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെയാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കാണുന്നത്. പള്ളിയോട് അടുത്ത് ചേർന്ന് ജീവിക്കുക എന്നുള്ള വലിയ സ്വപ്നം മനസ്സിലുണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ദേവാലയ മണിമുഴക്കങ്ങൾ തന്നെയാണ്. എപ്പോഴും ദേവാലയ മണിമുഴക്കം കേൾക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ പള്ളിക്കുള്ളിൽ നിന്ന് വിശ്വാസികളെ അടുത്തേക്ക് വിളിക്കുന്ന സ്വരമായിട്ടാണ് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ച സ്കൂളും ഒരു പള്ളിക്ക് അരികിൽ തന്നെ ആയതുകൊണ്ട് മിക്കവാറും പള്ളിമണി സ്കൂളിലിരിക്കുമ്പോൾ നിരന്തരം കേൾക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ആ ദിവ്യകാരുണ്യനാഥന്റെ ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരിക എന്നുള്ളൊരു ക്ഷണം, അതാണ് കൂടുതൽ ദേവാലയ പരിസരത്തായിരിക്കാനും ദേവാലയത്തിനുള്ളിലായിരിക്കാനും ഒക്കെ മനസ്സിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ജനിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവവിളിക്ക് കാരണമായി മാറിയതും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ബാല്യകാലത്തൊക്കെ പള്ളിക്ക് കുറച്ച് അകലെയൊക്കെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നതെങ്കിലും സെമിനാരി പഠനം ആരംഭിച്ചതിന് ശേഷം വികാരിയച്ചന്മാരോടൊപ്പം ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പള്ളിമേടയിലായിരിക്കുമ്പോൾ രാവിലെ പള്ളിമണി കേട്ട് ഉണർന്നെഴുന്നേൽക്കാൻ സാധിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ആ പള്ളിമണി കേൾക്കുന്നതും ഓരോ ദിവ്യബലിക്ക് മുമ്പ് കേൾക്കുന്നതും ഒക്കെ ഹൃദയത്തെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥന്റെ വലിയ സ്നേഹമായിട്ട് ആ മണിമുഴക്കങ്ങൾ ഉള്ളിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു. ആ മണിമുഴക്കം എന്നും കേൾക്കാൻ സാധിക്കും, മരണം വരെയും അത് കേൾക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് പൗരോഹിത്യ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നത്. കാരണം ദിവ്യകാരുണ്യനാഥൻ ഇവിടെയുണ്ട്, ആ നാഥനോടൊപ്പം ചേർന്നിരിക്കാൻ സാധിക്കും എന്നതാണ് പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ സെമിനാരിയിൽ ചേർന്നതിന് ശേഷം എടുത്ത തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, മരണം വരെ ഒരിക്കലും ദിവ്യബലി മുടങ്ങുകയോ ദിവ്യകാരുണ്യ സ്വീകരണം ഇല്ലാതെ ഒരു ദിവസവും കടന്നു പോവുകയോ ചെയ്യുകയില്ലെന്നുള്ളതായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ 13 വർഷം സെമിനാരി പഠിച്ചപ്പോഴും അത് കഴിഞ്ഞ് പൗരോഹിത്യം സ്വീകരിച്ച് 13 വർഷം പൂർത്തീകരിക്കുമ്പോഴും മൊത്തം 26 വർഷത്തിന് ഇടയിൽ 2 ദിവസങ്ങൾ മാത്രമേ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടും ഒരു ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടും ദിവ്യബലിയിൽ പങ്കെടുക്കാനും ദിവ്യകാരുണ്യം സ്വീകരിക്കാനും സാധിക്കാതെ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും നിർബന്ധമായും കുമ്പസാരിച്ച് വിശുദ്ധിയോടുകൂടി സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിലും വലിയ മനസ്താപത്തോടുകൂടി കുമ്പസാരിച്ച് പിന്നീട് കുർബാന സ്വീകരിച്ച് ആ ഒരു ശീലത്തിൽ തുടരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇനിയും മരണം വരെ ദിവ്യകാരുണ്യനാഥനോടുള്ള വലിയ സ്നേഹത്തിനായിരിക്കാൻ ഈ കുമ്പസാരം എന്ന കുദാശയിലൂടെയും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ദിവ്യകാരുണ്യനാഥനെ
മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ദിവ്യബലി അർപ്പിച്ച് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നതാണ് പൗരോഹിത്യത്തിന്റെ വലിയ അനുഗ്രഹമായി കാണുന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലൊക്കെ പലർക്കും കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോഴും കുർബാന കിട്ടാതിരിക്കുമ്പോഴും ഒരു പുരോഹിതനായതിന്റെ പേരിൽ മറ്റാരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി ദിവ്യാനനാഥനെ സ്വീകരിക്കാൻ സാധിക്കുന്നു എന്ന പൗരോഹിത്യത്തിന്റെ വലിയ വിലയും മഹത്വവും ആ കാലഘട്ടത്തിൽ തിരിച്ചറിയുകയും ചെയ്തു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ദിവ്യകാരുണ്യനാഥൻ വസിക്കുന്ന സക്രാരി, ആ സക്രാരിയുടെ സന്നിധി ഗുരുസന്നിധിയായിട്ടാണ് എക്കാലവും അനുഭവപ്പെട്ടിട്ടുള്ളത്. സെമിനാരി പഠന കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യനാഥനെ സ്നേഹത്തോടുകൂടി ചെന്ന് ദിവ്യാനനാഥനോടൊപ്പം ആയിരിക്കുവാനും ദിവ്യാനനാഥൻ പറയുന്നത് കേൾക്കുവാനുമായിട്ടൊക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുമായിരുന്നു. ആലുവ കർമ്മലഗിരി സെമിനാരിയിലെ മൊത്തം ബിൽഡിങ്ങിൽ ഫിലോസഫി, തിയോളജി ബ്ലോക്കുകളൊക്കെ ഉൾക്കൊള്ളുന്ന ബിൽഡിങ്ങുകളെല്ലാം കൂടെ ചേർത്തെടുത്തു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഏതാണ്ട് 8 or 9 ചാപ്പലുകൾ വലുതും ചെറുതുമായിട്ട് ആ സെമിനാരിക്കുള്ളിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതുമായൊരു ചാപ്പലാണ് അഡറേഷൻ ചാപ്പൽ. അവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയിരിക്കാം. ആ സക്രാരി തുറന്ന ദിവ്യാനനാഥനെ കാണാനുള്ള അനുവാദം ബ്രദേഴ്സിന് റെക്ടേഴ്സ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ദിവ്യാന്റെ സന്നിധിയിൽ ആയിരിക്കുവാനും ഒരുപാട് വിഷമങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ തോന്നുന്ന സമയത്ത് ദിവ്യാനനാഥന്റെ അരികിൽ ചെന്ന് ഈശോ എന്ത് പറയുന്നുവെന്ന് കേൾക്കാനുള്ളൊരു മനസ്സൊക്കെ ആ കാലത്ത് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനേക്കാളുപരി വളരെ ഭംഗിയായിട്ട് ഓർത്തിരിക്കുന്ന 2 കാര്യങ്ങള്. ഒന്ന്, ഏറ്റവും പഠിക്കാൻ പാടുള്ള വിഷയങ്ങൾ പഠിക്കാനായിട്ട് ഒട്ടും പറ്റാതെ വരുമ്പോൾ, തിയോളജിയിലൊക്കെ പഠിക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ കെട്ടിപ്പിറക്കിയെടുത്ത് ചാപ്പലിനകത്ത് പോയിരുന്ന് കുർബാനയുടെ മുമ്പിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ വിജയിക്കാൻ സാധിച്ചതിനെ ഇപ്പോൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വരാപ്പയിൽ ഒരു കൂട്ടുകാരൻ അച്ഛനുമായിട്ട് ഞങ്ങള് അച്ഛന്മാര് ഡിക്ലറേഷൻ ഫോം എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പൗരോഹിത്യം സ്വീകരിക്കാൻ, ഡീക്കൻ പട്ടം സ്വീകരിക്കാനായിട്ട് എൻ്റെ മനസ്സാൽ ഉറപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പുവെച്ച ഡിക്ലറേഷൻ ഫോം ഞാനും എൻ്റെ ആ കൂട്ടുകാരൻ്റെ അച്ഛനും ജെൻസൺ അച്ഛനും ചേർന്ന് മിക്കവാറും ആ ഡിക്ലറേഷൻ ഫോം ഓരോ സമയത്തുമുള്ള ഡിക്ലറേഷൻ ഫോം എഴുതാൻ പോയിരുന്നത് കർത്താവിൻ ദിവ്യകാരുണ്യം പങ്കുവെച്ച് നൽകുന്ന അൾത്താര മേശയുടെ ഒരു വശത്ത് പോയി അവിടെ വെച്ചാണ് ആ ഡിക്ലറേഷൻ ഫോം എഴുതിയിരുന്നത്. കാരണം ഈശോയുടെ കയ്യിൽ വെച്ച് ആ അപ്പം മുറിയുന്ന അൾത്താരയിൽ വെച്ച് എഴുതുമ്പോൾ ഈശോയുടെ കയ്യിൽ വെച്ച് ആ ഡിക്ലറേഷൻ ഫോം എഴുതിയിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഈ ദിവ്യകാരുണ്യനാഥനെ എന്നും ജനങ്ങൾക്ക് പങ്കുവയ്ക്കിച്ച് നൽകാൻ സാധിക്കുന്ന രീതിയിൽ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴും ഇതേ ഓർമ്മകളൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ബിഷപ്പ് എൽസിയ പഞ്ചകർമ്മ സെന്ററിലെ ചാപ്പലിലാണ്. ശ്രേയസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൊല്ലത്തെത്തുമ്പോൾ ഇവിടുത്തെ ചാപ്പലിൽ ഞാൻ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് മുമ്പ് തന്നെ ഡീക്കനായിരിക്കുമ്പോൾ അഭിനന്ദ പിതാവ് അന്ന് നിയോഗിച്ചതനുസരിച്ച് ട്രിവാൻഡ്രം പ്രോവിൻസിലുള്ള റീജൻസി ബ്രദേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക കോഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കാനായിട്ട് ഒരു ചുമതലയുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇവിടെ ഈ ചാപ്പലിലാണ് ഡീക്കൻ കാലഘട്ടത്തിൽ കുറേ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് തുടങ്ങിയൊരു ശീലം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ സക്രാരിക്ക് അരികിലിരുന്നു കൊണ്ടാണ് മിക്കപ്പോഴും എൻ്റെ പ്രസംഗങ്ങളും പഠനങ്ങളും ഒക്കെ ഞാൻ ഒരുങ്ങാറുള്ളത്. ഏതാനും ചില പുസ്തകങ്ങൾ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ആ പുസ്തകങ്ങളൊക്കെ എഴുതിയതും ഇതുപോലെ തന്നെ അൾത്താരയ്ക്ക് മുമ്പിലിരുന്നാണ്, സക്രാരിക്ക് മുമ്പിലിരുന്നാണ്. ഇവിടെ നിന്ന് ഡീക്കൻ ശുശ്രൂഷ പൂർത്തീകരിച്ച് പൗരോഹിത്യം സ്വീകരിച്ച് ദേവാലയങ്ങളിലായിരിക്കുന്ന സമയത്തും ആളൊഴിഞ്ഞ സമയത്ത് അടച്ചിട്ട പള്ളിക്കുള്ളിൽ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലിരുന്നാണ് മിക്കപ്പോഴും ഞാൻ എഴുതിയ മിക്ക പുസ്തകങ്ങളും ഞാൻ എഴുതി തീർത്തിട്ടുള്ളതും. ഞാൻ ഒരുങ്ങി പറഞ്ഞ് മനുഷ്യരെ സ്പർശിച്ചു എന്ന് എനിക്ക് ഉറപ്പുള്ള, പലരും തിരിച്ച് പറഞ്ഞിട്ടുള്ള, ഹൃദയത്തെ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പല പ്രസംഗങ്ങളും കൃത്യമായിട്ടും ഒരുങ്ങിയതും അൾത്താരയ്ക്ക് മുമ്പിൽ നിന്നാണ്. ആലുവ സെമിനാരിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന ജോഷി മയ്യാട്ടി അച്ഛൻ ഡീക്കൻ പഠനമൊക്കെ പൂർത്തീകരിച്ച് പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടി രൂപതയിലേക്ക് തിരികെ പോകുന്ന സമയത്ത് നൽകിയ വളരെ മനോഹരമായിട്ടുള്ള ഉപദേശങ്ങളും, അദ്ദേഹം കന്തല മെസ്സായുടെ ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം കയ്യിൽ തന്നിട്ട് ദിവ്യകാരുണ്യനാഥനെ പ്രഘോഷിക്കേണ്ടതിനെ കുറിച്ച് ആവശ്യപ്പെട്ടതും, അത് പ്രാർത്ഥിച്ചൊരുങ്ങി ദിവ്യകാരുണ്യ സന്നിധിയിൽ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി പ്രസംഗിക്കേണ്ടതിനെ കുറിച്ചും ഓർമ്മിപ്പിച്ചതുമൊക്കെ ഇപ്പോഴും നല്ല മരണം വരെയും അത് മനസ്സിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നടത്തുന്ന പഠനങ്ങളും ഒരുക്കങ്ങളും ഒരിക്കലും പാഴായി പോവില്ല. കാരണം നമ്മളല്ല, ദിവ്യകാരുണ്യ നാഥനാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എൻ്റെ കുറേയധികം പ്രസംഗങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ പങ്കുവയ്ക്കാണ്ട് ദൈവം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ രൂപതയ്ക്ക് പുറത്തുള്ള അച്ഛന്മാർ തന്നെയൊക്കെ കോണ്ടാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ചില നേരങ്ങളിൽ അവർ ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്, ഏത് കമൻട്രിയാണ്, ഏത് വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് അതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്? പലപ്പോഴും അവരോട് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള മറുപടി ഇതാണ്: മിക്കപ്പോഴും കമൻട്രികളല്ല എന്നെ അതിന് സഹായിച്ചിട്ടുള്ളത്. കമൻട്രിയുടെ പുസ്തകങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അത് കണക്ട് ചെയ്യാനായിട്ട് പലപ്പോഴും കർത്താവ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രസംഗം ഒരുങ്ങുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കമൻട്രി. ദൈവശാസ്ത്രജ്ഞന്മാർ കാലാകാലങ്ങളായി എഴുതിയ ബിബ്ലിക്കൽ കമൻട്രി പുസ്തകങ്ങളെക്കാൾ ഭംഗിയുള്ള, ഞാൻ ആരോടാണോ സംസാരിക്കേണ്ടത് അവരോട് എന്ത് പറയണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഗുരുവിന്റെ സന്നിധിയിലാണ്, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മളായിരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഈശോ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി വെച്ച് ക്രോഡീകരിച്ച് ഒരുങ്ങി പറയുന്ന പ്രസംഗങ്ങൾ അത് പാഴായി പോയില്ലെന്ന് ദിവ്യകാരുണ്യൻ നാഥൻ എനിക്ക് സമ്പൂർണമായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മരണം വരെ വളർത്തിക്കൊണ്ട് വരണമെന്നും തുടരണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകും യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി.